ഹലോ, നീ എന്തെടുക്കുവാ? നീ 2 ദിവസം കൊണ്ട് എവിടെ പോയതായിരുന്നു? ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു ഇതിനെക്കുറിച്ച്. നീ ഇവിടുന്ന് നിങ്ങളുടെ വീട്ടിൽ പോവാന്നും പറഞ്ഞ് പോയത് എവിടെ പോയതായിരുന്നു? എന്നിട്ട് വേറെ എവിടെ പോയി? ഞാൻ എന്നിട്ട് അങ്ങനെ അല്ലല്ല അറിഞ്ഞത്. ആശുപത്രി പോയിട്ട് കള്ളം പറയരുത്, കള്ളം പറയരുത്. നീ എവിടൊക്കെ പോയെന്നും ആരുടെ കൂടെ പോയെന്നും എല്ലാം ഞാൻ അറിഞ്ഞു. ഏതവള്? എന്റെ കൂട്ടുകാരി ശ്രീകുട്ടി എന്നെ കാണാൻ വന്നായിരുന്നു. അപ്പൊ അവളുടെ അടുത്ത് കുറച്ചേരം കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് കടയിൽ കയറി, അത്രേ ഉള്ളു. എന്നിട്ട് കൂട്ടുകാരിയെ പറഞ്ഞു വിട്ടിട്ട് നീ എവിടെ പോയി? അതാണ് ഞാൻ ചോദിച്ചത്. കൂട്ടുകാരിയെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഇല്ല ഇല്ല, നീ പോയത് എവിടാണെന്നും പോയത് ആരുടെ കൂടാണെന്നും അത് കണ്ടവരുണ്ട്. അവര് ആ സ്പോട്ടിൽ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നീ വേറെ 1-2 പേരുടെ കാര്യം ഏതാണ്ടൊക്കെ പറഞ്ഞതായിട്ടും ഞാൻ അറിഞ്ഞു. അത് ഞാൻ ചോദിക്കുന്ന പറ, സത്യമാണോ അല്ലയോ? നിനക്കറിയാവല്ലോ, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പൊക്കുമെന്നറിയാമല്ലോ. ചേച്ചി, ഞാൻ ആകെ ശ്രീകുട്ടിയെ മാത്രമേ കണ്ടുള്ളൂ. അവളോട് ഞങ്ങള് കുറെ നാൾക്ക് ശേഷം കാണുക. ഞങ്ങൾ ആ കാര്യങ്ങളും അവളുടെ കല്യാണത്തിന്റെ കാര്യങ്ങളും മറ്റേതും പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവായിരുന്നു. അല്ലാതെ വേറെ എന്താ പറയാ? നീ വേറൊരാളിന്റെ കൂടെ എങ്ങാണ്ട് പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അത് ശ്രീകുട്ടി ആയിരിക്കും, അല്ലാതെ ഞാൻ പിന്നെ വേറെ ആരുടെ കൂടെ പോവാനോ? പിന്നെ അത് എനിക്ക് ഡൗട്ടുണ്ട്. ഞാനതാ ചോദിച്ചു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. അവർ പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. വിശ്വസിക്കാതെ നേരിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ച. അതിൽ കള്ളം പറയുവാന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറഞ്ഞാൽ മതി. ഞാൻ അറിഞ്ഞിട്ടാ വിളിക്കുന്നത്. നീ എന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? അത് പറ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതിനെ കുറിച്ചാന്ന് പറയുമ്പോൾ നിനക്കത് മനസ്സിലായി. എന്തെങ്കിലും നീ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിന്റെ കാര്യം ആരാണ് പറഞ്ഞതെന്നും എവിടെ പോയതാണെന്നും ഇന്നടത്ത് വെച്ചാ കണ്ടതെന്നും എല്ലാം ഞാൻ പറയാം. ഓർക്കത്തില്ല? ഓർക്കുന്നില്ലെന്ന്. അപ്പൊ ഒരുപാട് പേരുടെ കൂടെ പോയിട്ടുണ്ടോ? അത് ഞാൻ ചോദിക്കുന്നതാ. നീ സത്യം പറ, ആരുടെ കൂടാ പോയത്? 2 ദിവസം വീട്ടിൽ പോവാന്ന് പറഞ്ഞ് നീ പോയി. എന്നിട്ട് നീ ആരുടെ കൂടാ പോയെ? അപ്പൊ മരുന്ന് മേടിക്കാൻ നിന്നപ്പോ നീ ആരാണ്ടെ കണ്ടില്ലയോ? നീ അവിടെ നിന്നപ്പം ഒരാളെ കണ്ടു. അയാളെ നിനക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. നിങ്ങൾ മിണ്ടിയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാൾ ആയിട്ട് നീ എങ്ങാണ്ട് പോയെന്ന് ഞാൻ അറിഞ്ഞു. എവിടെ പോയതാണെന്നൊക്കെ ഞാൻ പറയാം. നീ എവിടെ പോയതായിരുന്നു പറ. ഞാൻ പോകുന്നില്ല. ഇത് അറിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിട്ടേ ഇനി ബാക്കിയുള്ള കാര്യമുള്ളൂ. സത്യം അറിഞ്ഞിട്ടേ. അപ്പൊ നീ ആ മരുന്ന് മേടിക്കാൻ നിന്നപ്പോ അവിടെ നിന്ന് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ച ആരായിരുന്നു? ഓർത്തു നോക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴ വേറൊരാൾ വന്ന് സംസാരിച്ച് അയാളുമായിട്ട് നീ കടയിലോട്ട് പോയെന്നും അവിടെ ചെന്നിരുന്ന ജ്യൂസ് കഴിച്ചെന്നും പിന്നെ അവിടെ കണ്ട ഒരു പാർക്കിലോട്ട് പോയെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. ജ്യൂസിന് തേങ്ങയെന്ന് പേര് പറയത്തില്ല. ജ്യൂസിന് ജ്യൂസ് എന്നേ പറയത്തുള്ളൂ. സത്യം പറഞ്ഞു. പാർക്കിൽ പോയ കൂടെ പോയ ആരാ? കൂടെ വന്ന ആളാരാ? ഞാൻ ഇവിടെ ആണെന്നും പറഞ്ഞു ഒളിച്ചുകളൊന്നും പറഞ്ഞോളെ. ഞാൻ പറയാനെന്തോ ഞാൻ പറയുന്നത് ഞാൻ കേൾക്കത്തില്ല, ഞാൻ വിശ്വസിക്കത്തുമില്ല. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നേരിട്ട് കണ്ടതാണ്. നിങ്ങൾ 2 പേരും കൂടെ പാർക്കിൽ വെച്ച് കണ്ടു.
അവിടെ ഒരു ഒരു ഒന്ന് പോയോ ഒരു നീ വിചാരിക്കുന്നത് ഞാൻ അറിയത്തില്ല, ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഞാൻ അറിയത്തില്ലെന്ന് വിചാരിക്കുന്നില്ലയോ? ആ ഈ പാർക്കിലൊന്നും അല്ല. എന്നാ ചിലപ്പോ ആ സ്ത്രീക്കുട്ടിയോട് മിണ്ടുന്നത് കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെ ആക്കി തീർത്തയായിരിക്കും. അങ്ങനെ ആക്കി തീർക്കാൻ എന്ത് വഴി? ആക്കി തീർക്കാൻ ശ്രീകുട്ടി എന്തോ ശ്രീകുട്ടനാവോ? ആ പെണ്ണിൻ്റെ കൂടെ പെണ്ണിനെയാ നീ ശ്രീകുട്ടിയുടെ കൂടെ നീ സംസാരിച്ചതെന്ന് പറഞ്ഞ്, പക്ഷെ നീ പോയത് കണ്ടതും വേറൊരാളിൻ്റെ കൂടെ. ഞാൻ അറിഞ്ഞിട്ടാ ചോദിച്ചത്. നീ വന്നിട്ട് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചാ. ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. എന്തുവായാലും സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്നാ ഇവിടെ എന്നാ അടി നടക്കും, അടി നടക്കും. ആ നീ സത്യം പറഞ്ഞില്ലേ അടി നടക്കും. നീ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ്, വീട്ടിൽ പോവാന്ന് പറഞ്ഞ്, ഇപ്പോൾ പല പല കള്ളങ്ങൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോവാ, വീട്ടിൽ പോവാന്ന് പറഞ്ഞ് നീ പോയി, ഹോസ്പിറ്റലിൽ പോയി, ഓക്കെ. ഹോസ്പിറ്റലിൽ പോയതും ഓക്കെ. പിന്നെ നീ അവിടുന്ന് ആരാണ്ട് അവിടെ വെച്ച് കണ്ട് അവരുമായിട്ട് പോയി ഇതിൽ കടയിൽ കയറി ജ്യൂസ് കുടിച്ചു. അവിടുന്ന് പിന്നെ നിങ്ങൾ രണ്ടും കൂടെ ബൈക്കിൽ കയറി, നടന്നൊന്നുമല്ല ബൈക്കിന്, നീ ബൈക്കിൻ്റെ പുറകെ കയറി. അപ്പം ഞാൻ അതിശയിച്ച് പോയി, നീ ബൈക്കിൻ്റെ പുറകെ കയറിയോ ഇപ്പോൾ വയ്യാതിരിക്കുന്ന സമയത്ത്? ബൈക്കിൻ്റെ പുറകെ കയറി നിങ്ങൾ പാർക്കിൽ പോയി. അവിടെ കുറേ നേരം, അരമണിക്കൂറോളം അവിടെ ഇരുന്നു. നേരിട്ട് കണ്ടവർ ഫോട്ടോ സഹിതം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിനക്ക് നീ വിളിച്ചു ചോദിക്കണ്ട, വിളിച്ചു ഞാനല്ലേ ഇപ്പൊ നിന്നോട് ചോദിക്കുന്നേ. ഫോട്ടോ വരെ എനിക്ക് അയച്ചു തന്ന്, അതാണ് പറഞ്ഞത്. ഞാൻ ഫോട്ടോ അയച്ചു തരാം. അപ്പൊ അന്നേരം നീ പറയുമല്ലോ, നീ ഇനി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് നീ സത്യമായിരുന്നു അല്ലെ പറ്റി പോയെന്നൊന്നും പറയരുത്. ഇപ്പോഴത്തെ ഫോട്ടോ ഒന്നും അല്ല. അപ്പൊ പണ്ട് പാർക്കിൽ പോയായിരുന്നോ? അതല്ലല്ലോ അപ്പോഴത്തെ മുഖം അല്ലല്ലോ നീ ഇപ്പൊ നീ കറക്റ്റായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന രീതിയാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടും കൂടെ അവിടെ അത് ആരാണെന്നൊരു നല്ലൊരു കറുത്ത ഒരാളായിരുന്നു പറഞ്ഞു. കരിമ്പൂതൊന്നുമല്ല, നല്ല ബ്ലാക്ക് കളറുള്ള ഒരാളായിരുന്നു. പാൻറ്റൊക്കെ ഇൻ ചെയ്ത് ഇട്ടുകൊണ്ടായിരുന്നു വന്ന ആള്. അപ്പം നിങ്ങൾ രണ്ടുപേരുടെ ബൈക്കിൽ കയറി അവിടെ പോയി, പാർക്കിൽ പോയി കുറേ നേരം, 3/4 മണിക്കൂറോളം ഇരുന്നു. അവരവിടെ അപ്പുറത്ത് ഒരു കടയിൽ മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ അവർ നേരിട്ട് കണ്ടിട്ടാണ് ഫോട്ടോ സഹിതം എടുത്ത് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഇതിൽ കള്ളമാണോ സത്യമാണോ എന്നറിയാനാണ് ഞാൻ നിന്നോട് വിളിച്ചത്. നീ ഉടായിപ്പൊന്നും നീ എന്നോട് ഇറക്കണ്ട, ഉടായിപ്പ് ഇറക്കണ്ട. നീ ഫോൺ എടുത്തെറിഞ്ഞാൽ നിനക്ക് പോവല്ല എന്തുവാ? കറുത്തുരുണ്ടോ? നീ കറുത്തവര്, നീ വെളുത്തവരെ കാണത്തുള്ളൂ. കറുത്തുരുണ്ട്. അത് ഒരാളായിരുന്നു, ആളുടെ ബൈക്കിലാണ് നീ കയറി പോയത് എന്നൊക്കെ പറഞ്ഞു. ഫോട്ടോ അയക്കാൻ പറ്റട്ടെ. നീ ആരുടെ കൂടാ പോയത്? സത്യം പറ. ദേഷ്യം വരുന്നതാ, സത്യമായിട്ടാ ദേഷ്യം വരുന്നത്. കള്ളം പൊട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നീ വിചാരിച്ചു ഞാനിതൊന്നും അറിയത്തില്ലെന്ന്? നീ വിചാരിച്ചു ഞാനിതൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? അറിയത്തില്ല, ആരാ പറഞ്ഞെന്ന് അറിയത്തില്ല. കാരണം നീ കണ്ടില്ല, ആരാ അത് കണ്ടെന്ന് അറിയത്തില്ല, നിനക്കറിയത്തില്ല. പക്ഷെ അതാണ് ആരില്ല, എവിടെല്ലാം ആൾക്കാർ കാണും അറിയുന്നവര്. അതാണ് പറഞ്ഞത്. കണ്ടിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞതും ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നതും. ഇന്ന ആള് ഇന്നടുത്ത് വെച്ച് കണ്ടു, കടയിൽ വെച്ച് കണ്ടു. അവിടെ നിന്ന് അവർ രണ്ടുപേരുടെ കയറി പാർക്കിൽ പോയി. 3/4 മണിക്കൂറോളം. നിങ്ങൾ പാർക്കിൽ പോയതായിരുന്നു, അതെനിക്കറിയാം എവിടാ പാർക്കിൽ ഇരിക്കുന്നതെന്ന്. എന്നിട്ട് എന്തായാലും നിനക്ക് സത്യം പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കണ്ടോ, സത്യം പറഞ്ഞു, ഉള്ളതാണോ പറ്റിയോ? ഞാൻ പറഞ്ഞില്ല, ഈ കുട്ടിയെ കണ്ട ആശുപത്രിയിൽ പോയി, വീട്ടിൽ പോയി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഏത് കാര്യമാണെന്നെ പറഞ്ഞത്? അതെനിക്കറിയാവോ? അവര് കണ്ടവരല്ലേ എന്നോട് പറഞ്ഞത്. നിനക്ക് കുറച്ച് ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഈ ചുറ്റിക്കളി ഇപ്പോഴും നേരത്തെ ഉള്ള ചുറ്റിക്കളിയൊക്കെ പോട്ടെന്ന് വെക്കാം. അപ്പോഴും വീണ്ടും നീ അത് ചുറ്റിക്കളി തുടങ്ങിയതോ? നീ ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്.
ആരാന്ന് പറ എനിക്ക് ചേച്ചി ആരാന്ന് പറ ആരാന്ന് പറ ഇത് കണ്ടത് എന്തായാലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞുണ്ടാക്കുക എന്നൊക്കെ പറയാം. ഇതൊരാണാണ് എന്നോട് പറഞ്ഞത്. ആണോ? ആ ഏതാണ്? അത് പറ. ഇത് സത്യമാണോ ഇല്ലോ എന്ന് അറിഞ്ഞിട്ട് വേണം ഞാൻ ഇത് പറയാന്. എനിക്കിത് പറയാം ആരാന്ന് ബോധ്യപ്പെടുത്താന്. പറ. ആണുങ്ങളോ? പെണ്ണുങ്ങളാണെ പറയാന്ന് വെച്ചാൽ പിന്നെ സഹിക്കും. ഇത് ഏതാണ്? ആണുങ്ങൾ അപ്പം ആണുങ്ങൾ വലുതായിട്ട് അങ്ങനെയുള്ള രീതി കാര്യങ്ങൾ ഞൊണ കൊതി എന്ന് പറയത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഇല്ലാത്തത് പറയത്തില്ല, ചുമ്മാ കൂട്ടി പറയത്തില്ല. അവർക്കായിരിക്കും ചിലപ്പോ ഈ പറഞ്ഞ കരിമാടികള് കൂടെ കൊണ്ടുപോയി എന്തുവായാലും നീ പാർക്കിൽ പോയി, ഞാനത് വിശ്വസിച്ചു. നീ കറക്റ്റായിട്ടും, കാരണം തെളിവ് സഹിതം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പ്രാങ്ക് വീഡിയോ ആയിരുന്നു കേട്ടോ. ഇതൊന്ന് നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പ്രാങ്കായിരുന്നു കേട്ടോ. അപ്പൊ ബൈ, ടാറ്റാ.